ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തിലൂടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്കെത്താം. മുറബ്ബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് വരെ ധാരാളം സ്വലാത്ത് നിൽക്കും. ഹബീബിൻ്റെ പരാമർശമല്ലേ സ്വലാത്തിൽ. കേൾക്കി ഒരു ചെറുകഥ. ഒരു ഭരണാധികാരിക്ക് സേവനം ചെയ്യുന്ന ഒരു സേവകൻ, വഹുവ മൗസൂഫും ബിൽ ഫിസ്ക്, ആള് വളരെ മോശം. അങ്ങനെ മൂപ്പര് മരണപ്പെട്ട് ഒരാൾ പറയാണ്, ഫറഅയ്തുഹു ലൈലത്തൻ ഫീ മനാമി, മൂപ്പർ ഞാനൊരിക്കൽ സ്വപ്നത്തിൽ കണ്ടു. വയദുഹു ഫീ യദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കൈ മുത്ത് ഹബീബിൻ്റെ കയ്യിലാണ്. മാഷാ അല്ലാഹ്. ഫഖുൽതു ലഹു യാ നബി അല്ലാഹ്, ഞാൻ ഹബീബിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദൽ അബ്ദു മിനൽ ഫാസിഖീൻ, ഇയാൾ വളരെ മോശപ്പെട്ടയാളല്ലേ. അങ്ങോരെ കൈ, അവൻ്റെ കൈ അങ്ങോരെ കയ്യിലോ, ഇയാൾ തമ്മാടികൾപ്പെട്ടയാളല്ലേ. ഫകൈഫ വളഅ യദഹു ഫീ യദിക, അങ്ങോരെ കയ്യിൽ അവൻ്റെ കൈ എങ്ങനെ വെക്കും അവൻ. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം മുത്ത് പറഞ്ഞു, ഖദ് ഗുഫിറ ലഹു, മൂപ്പരെ എല്ലാ പാപവും പൊറുക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ? വഅന അശ്ഫഉ ലഹു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് മൂപ്പർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ചെയ്തു, എല്ലാ ദോഷം പുറത്തു കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ് ബിഅയ്യി സബബിൻ നാല തിൽകൽ മൻസില, ഈ മോശപ്പെട്ട വ്യക്തി ഈ ഉന്നതമായ സ്ഥാനം എങ്ങനെ കൈവരിച്ചു, എങ്ങനെ ഉണ്ടാക്കി തീർത്തു? അപ്പം റസൂല പറഞ്ഞ്, ഫഖാല ബികസ്റതി സ്വലാത്തി അലയ്യ, എൻ്റെ മേലുള്ള സ്വലാത്തിൻ്റെ വർദ്ധനവ് കൊണ്ട്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വലാത്ത്, ഇഷ്ടംപോലെ സ്വലാത്തിൻ്റെ പദങ്ങളുണ്ടല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നമ്മൾ നിസ്കാരത്തിൽ എന്നൊക്കെ ഹമീദ് മജീദ് അതുവരെ ഇഷ്ടം പോലെ സയ്യിദിനെ കൂട്ടിയിട്ടും കൂട്ടാതെയും പാലയിൻ ആരിയത്ത് സ്വലാത്ത്, പാലയിന സ്വലാത്ത് ചൊല്ലെന്നെ പ്രത്യേക നിയ്യത്ത് വരെ സ്വലാത്തിന് വേണ്ട. ഇയാളെപ്പോഴാണ് ചൊല്ലിയിരുന്നത്? റസൂൽ ഇന്നഹു കാന ഫീ കുല്ലി ലൈലത്തിൻ, ഇയാൾ എല്ലാ രാത്രിയിലും ഹീന യജീഉ ഇലാ ഫിറാശിഹി, തൻ്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ, തൻ്റെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ, ഇസ്വല്ലി അലയ്യ അൽഫ മർറ, എൻ്റെ മേൽ 1000 സ്വലാത്ത് ചൊല്ലുന്നയാളായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ അള്ളാഹുവിനെ റെക്കമെൻഡ് ചെയ്തു, പുറത്തു കൊടുക്കണം, മൂപ്പര് എല്ലാ ദോഷം പുറത്തിട്ടിടും. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നെ ചൊല്ലി റിസ്ക്കില്ലല്ലോ. സുന്ദരമായൊരു നാക്ക് അള്ളാഹു നമുക്ക് തന്നില്ലേ, അതാണ് ക്ലിയറായി ചൊല്ലിയാൽ മതി. ചെല്ലുമ്പോൾ സല്ലല്ല ആവരുത്, സീനല്ല സ്വാദാണ്. അല്ലാഹു തആല ധാരാളം സ്വലാത്ത് ചൊല്ലി ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. എത്രണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം ഹബീബിൻ്റെ അരിയിലേക്ക് വന്നു. എന്നിട്ട് ജബ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ സ്വല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്, അങ്ങോരെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, അന ആഖിദും ബിയദിഹി, ഞാൻ അവൻ്റെ കൈ പിടിക്കും, വഅമുറുഹു അലസ്സിറാത്തിക്കൽ ബർക്കിൽ ഖാതിഫി, സിറാത്ത് പാലത്തിലൂടെ എന്താ അതിശക്തമായ മിന്നലിൻ്റെ വേഗതയിൽ ഓനിക്കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും.
പോരെ. ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അന അസ്ഖീഹി മിൻ ഹൗളിക, അങ്ങോരെ ഹൗലുൽ കൗസർ ഞാൻ അവന് വെള്ളം കൊടുക്കും നബിയെ. ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു, അന അസ്ജുദു ലില്ലാഹ്, ഞാൻ അള്ളാഹുവിനിക്ക് വേണ്ടി സുജൂദ് ചെയ്യും. എന്തിനറിയോ? അള്ളാഹു മൂപ്പർക്ക് എല്ലാ ദോഷം പുറത്തു കൊടുക്കണ വരെ ഞാൻ എൻ്റെ തല ഉയർത്തൂല. അങ്ങനെ ഞാൻ സുജൂദ് ചെയ്യും. ഒരു 10 സ്വലാത്തിന് കൂലിയാണ്. അസ്റാ അലൈഹി സ്വലാം എന്ന് പറഞ്ഞത്, അന അഖ്ബിൽ റൂഹഹു കമാ അഖ്ബിൽ അർവാഹൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം, അമ്പിയാക്കന്മാരെ റൂഹിനെ പിടിക്കും പോലെ, അഥവാ ലോലമായിട്ട് അവൻ്റെ ആത്മാവിനെ ഞാൻ പിടിക്കും. 10 സ്വലാത്ത് നമ്മളൊരു എണ്ണം പിടിച്ചാൽ മതി. എന്നും ഇത്ര സ്വലാത്ത്. അള്ളാഹു സ്വലാത്തിലൂടെ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.